തുടർച്ചയായ എട്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 1.39%, S&P 0.97%, ഡോ ജോൺസ് 0.18% ഡൗൺ സൈഡിൽ ക്ലോസിംഗ് നൽകി. അമേരിക്കൻ മാർക്കറ്റ് മാത്രമല്ല ഏഷ്യൻ മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും ബൈങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. യൂറോപ്യൻ ഇൻഡിസസായ ഡാക്സ് 0.54%, CSE 0.70%, ഫട്സെ 0.54%മാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയത്. ജപ്പാൻ്റെ ഇൻഡെക്സായ നിക്കി 225 1.23%, കൊറിയൻ ഇൻഡെക്സ് 0.46% ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. ബ്രന്റ് ക്രൂഡിൻ്റെ വില 2.25% ഇടിഞ്ഞ് $77 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ 2667 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1802 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ബജാജ് ഓട്ടോ. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 2-ൽ ഇൻടാക്സേഷൻ ബെനിഫിറ്റിൻ്റെ വിഡ്രോവൽ മൂലവും ടാക്സ് റേറ്റിലുണ്ടാകുന്ന മാറ്റത്തെയും കോമ്പൻസേറ്റ് ചെയ്യുന്നതിനു വേണ്ടി ബജാജ് ഓട്ടോ എന്ന കമ്പനി 211 കോടി രൂപയുടെ പ്രൊവിഷൻ എമൗണ്ട് നീക്കി വച്ചിരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ക്വാർട്ടർലി റിസൾട്ടിൽ ചിലപ്പോൾ ബജാജ് ഓട്ടോയുടെ പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് വേദാന്തയുടെ OFS, അതായത് ഹിന്ദുസ്ഥാൻ സിങ്കിൽ വേദാന്ത നടത്തിയ OFS പൂർണ്ണമായ സ്ഥിതിക്ക് ഹിന്ദുസ്ഥാൻ സിങ്കിലുള്ള വേദാന്തയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 63.42% കുറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ 274 കോടി രൂപയുടെ പ്രോജക്റ്റ് ഹസൂർ മൾട്ടി പ്രോജക്റ്റ് എന്ന ഇൻഫ്രാ ബിൽഡേഴ്സിന് ലഭിച്ചു. ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ് DSM ഫ്രഷ് ഫുഡ്സിൻ്റെ കൺട്രോളിംഗ് സ്റ്റെയറുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹൈടെക് പൈപ്പ് എന്ന കമ്പനി QIP വഴി 600 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. മോത്തിലാൽ ഓസ്വാളും 200 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോളി മെഡിക്യൂർ എന്ന കമ്പനിയുടെ QIP ആരംഭിച്ചു കഴിഞ്ഞു. പോളി മെഡിക്യൂറിൻ്റെ ഫ്ലോർ പ്രൈസ് 1880 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ്. സൊമാറ്റോ എന്ന കമ്പനിയിലെ പ്രമുഖ ഇൻവെസ്റ്റർ കമ്പനിയായ അലിബാബ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ആൻഫിൻ സിംഗപ്പൂർ ഹോൾഡിംഗ്സ് സൊമാറ്റോയുടെ 1.54% സ്റ്റേക്കുകൾ 251 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട്. ഇതുവഴി $408 മില്യൺ ഫണ്ടാണ് ആൻഫിൻ സിംഗപ്പൂർ ഹോൾഡിംഗ്സ് റൈസ് ചെയ്യുന്നത്. ആൻഫിന്നിന് സൊമാറ്റോയിൽ 4.3% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.